നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിലപ്പെട്ട സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പാലാ, ചങ്ങനാശ്ശേരി, കരിക്കിനേറ്റ് സിൽക്സിൽ മാത്രം. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ജനകീയ സദസ്സ് നടത്തി. VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഹോട്ടലുകളിലും ഭക്ഷണ വ്യാപാരശാലകളിലും മിന്നൽ പരിശോധന നടത്തി. രാസവള വിലവർദ്ധനവ് തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 24-ന് സെക്രട്ടേറിയറ്റ് ധർണയും എല്ലാ ജില്ലകളിലും കളക്ടറേറ്റിന് മുന്നിൽ ധർണയും നടത്തുമെന്ന് സംയുക്ത കർഷക സമിതി ഭാരവാഹികൾ. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ NABH അക്രഡിറ്റേഷൻ സർട്ടിഫിക്കേഷനുള്ള നടപടികൾ പുനരാരംഭിച്ചതിന്റെ ഭാഗമായി അവലോകന യോഗം നടത്തി. PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം കവിതാ ലൈബ്രറി വനിതാ വേദിയുടെ നേതൃത്വത്തിൽ LPG ഇലക്ട്രിസിറ്റി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KM ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ജനകീയ സദസ്സ് നടത്തി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന ജനകീയ സദസ്സ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ശക്തമായ സന്ദേശം ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന് സമാധാനത്തിൻ്റെ പാതയിലൂടെ നമ്മുടെ നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. ആ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശ്രീ റോയ് K. പൗലൂസിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഹാർദമായി അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ നാട് എങ്ങോട്ട് പോകും? ഇന്ത്യക്കൊട്ടാകെ മാതൃകയായിട്ടുള്ള ആലക്കോട് ചവർണയിൽ ജ്വാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയ മന്ദിരത്തിന്റെ തറക്കല്ലിടൽ വാർഡ് മെമ്പർ തോമസ് മാത്യു നിർവഹിച്ചു. ഈ പ്രദേശത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ കൂടി ജ്വാല ക്ലബ്ബ് പുനരുജ്ജീവിപ്പിക്കുന്നതിനും അതിന് ഭംഗിയായി ഒരു കെട്ടിടം പണിയുന്നതിനും തീരുമാനിച്ചു. ആ കെട്ടിടം പണിയുന്നതിൻ്റെ തറക്കല്ലാണ് ഇന്ന് ഇടാൻ പോകുന്നത്. ഏതായാലും ഈ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ വളരെയേറെ പരിശ്രമം കൊണ്ട് ആണ് ഈ കെട്ടിടം ഇപ്പം നിർമ്മിക്കാൻ പോകുന്നത്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ക്ലബ് സെക്രട്ടറി ബിനോയ് മർത്തികണ്ഠത്തിൽ, പ്രസിഡന്റ് അനീഷ്, വാർഡ് മെമ്പർ ബേബി മാണിശ്ശേരിൽ, സെക്രട്ടറി S. ഉണ്ണി, ട്രഷറർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിനാൽ ഒളമറ്റം തെക്കുംഭാഗം കമ്പിപ്പാലം അപകടാവസ്ഥയിലായി. തെക്കുംഭാഗം അഞ്ചിരി, ഇടവെട്ടി, കല്ലാനിക്കൽ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകളുടെ ഏകാശ്രയമായ കമ്പിപ്പാലമാണ് തുരുമ്പെടുത്ത് അപകടാവസ്ഥയിലായത്. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ഒളമറ്റം തെക്കുംഭാഗം കമ്പിപ്പാലം അപകടാവസ്ഥയിൽ. തെക്കുംഭാഗം അഞ്ചിരി, ഇടവെട്ടി, കല്ലാനിക്കൽ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകളുടെ ഏകാശ്രയമാണ് ഈ പാലം. സ്കൂൾ കുട്ടികളും സ്ത്രീകളും പാലം അപകടാവസ്ഥയിലായതിനാൽ ഭീതിയോടെ മറുകര താഴേണ്ട അവസ്ഥയാണ്. യഥാസമയം പെയിന്റിംഗ് നടത്തുകയോ കമ്പികൾ വെൽഡ് ചെയ്ത് ഉറപ്പിക്കുകയോ ചെയ്യാത്തതാണ് പ്രധാന പ്രശ്നം. പാലത്തിനടിയിലെ കമ്പികൾ തുരുമ്പിച്ച് വിട്ടുപോകുന്ന അവസ്ഥയിലാണ്. പാലത്തിന്റെ മധ്യത്തിലെ പല കമ്പികളും പ്രധാന റോഡിൽ നിന്ന് തുരുമ്പിച്ച് വിട്ടുപോയി. ഇതുമൂലമുള്ള ബലക്ഷയം കാരണം പതിവിലും കൂടുതൽ ഇളക്കം പാലത്തിനുണ്ട്. കാൽനടയാത്രക്കാരെ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ പാലം ഇളകിയാടി തുടങ്ങിയിരിക്കുന്നു. ഇടവെട്ടി പഞ്ചായത്തിലെ നൂറുകണക്കിന് നഗരസഭ ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഹോട്ടലുകളിലും ഭക്ഷണ വ്യാപാരശാലകളിലും മിന്നൽ പരിശോധന നടത്തി. തുടർന്നും പരിശോധനകൾ നടത്തുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കാൻ ഇടയായതോടെയാണ് സംസ്ഥാനത്ത് തിരക്കുപിടിച്ച് അധികൃതർ റെയ്ഡിനിറങ്ങിയത്. ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഫുഡ് ഇൻസ്പെക്ടറും താലൂക്ക് ഫുഡ് ഇൻസ്പെക്ടറുമാണ് മിന്നൽ പരിശോധന നടത്തിയത്. ഭക്ഷണം കഴിക്കാൻ കയറുന്നവരോട് അമിത വില ഈടാക്കുന്ന പല ഹോട്ടലുകളുടെയും ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുന്ന സാഹചര്യങ്ങൾ വളരെ ദയനീയമാണെന്ന് അധികൃതർ കണ്ടെത്തി. ചില ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങൾ തീർത്തും വൃത്തിഹീനമാണെന്ന് ജില്ലാ ഫുഡ് ഇൻസ്പെക്ടർ പറഞ്ഞു. മിക്കയിടത്തും ഭക്ഷണ സാധനങ്ങൾ വേണ്ട വിധം മൂടിവെക്കാറില്ല. പല ഹോട്ടലുകളിലും ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്നതായി കണ്ടെത്തി. പ്രത്യേകിച്ച് ഹോട്ടലുകളിൽ, ബേക്കറികളിൽ, അതുപോലെ വഴിയോര കച്ചവടങ്ങളിലൊക്കെ ജനങ്ങളുടെ
ആരോഗ്യത്തിന് ഹാനികരമായ കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ കൊടുക്കുന്നുള്ളതായിട്ടാണ് ഇപ്പോൾ ഇവിടെ നമുക്കറിവ് പല സ്ഥലങ്ങളിലും. പക്ഷേ തൊടുപുഴ ഇതുവരെ അത് സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളാണെങ്കിൽ വിഷമടിക്കാത്ത പഴങ്ങളോ പച്ചക്കറിയോ നഗരത്തിൽ കിട്ടാതായിരിക്കുന്നു. വിപണിയിൽ ലഭിക്കുന്ന ആപ്പിൾ ഉൾപ്പെടെയുള്ള പഴങ്ങളിലെ വിഷാംശം മാരക രോഗങ്ങൾക്ക് വരെ കാരണമാകുന്നു. നിത്യേന ഒരാപ്പിൾ കഴിക്കുന്നത് ഡോക്ടറെ അകറ്റി നിർത്തും എന്ന ചൊല്ല് മാറ്റേണ്ട സ്ഥിതിയാണിപ്പോൾ. ഇന്ന് വിപണിയിൽ സുലഭമായ ചില ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറുടെ അടുത്തു നിന്നും മാറാനാകാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആപ്പിളിനു പുറമെ വിപണിയിൽ ലഭ്യമായ എല്ലാ പഴവർഗ്ഗങ്ങളും വിഷമയമാണ്. കടയിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ടാൽ കൊതി തോന്നും. അതിർത്തി കടന്നെത്തുന്ന ഭൂരിഭാഗം പഴവർഗ്ഗങ്ങളിലും നിറത്തിനും തിളക്കത്തിനും ഗന്ധത്തിനുമായി രാസപദാർത്ഥങ്ങൾ കലർത്തുന്നവയാണ്. ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങളാകും ഇവ കഴിച്ചാൽ പിടിപെടുന്നത്. തൊടുപുഴ മൂപ്പിൽക്കടവ് പാലത്തിന് സമീപം മണ്ണ് മാറ്റുന്നതിനിടെ ഹിറ്റാച്ചി താഴ്ചയിലേക്ക് മറിഞ്ഞു. JCB ഉപയോഗിച്ച് ഹിറ്റാച്ചി ഉയർത്തി. അപകടം കാണുന്നതിന് തടിച്ചുകൂടിയ ആളുകൾ ഗതാഗത തടസ്സമുണ്ടാക്കി. പോലീസ് സ്ഥലത്തെത്തി ഗതാഗത തടസ്സം ഒഴിവാക്കി. രാസവള വിലവർദ്ധനവ് തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വില നിയന്ത്രണം സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കണമെന്നും ആവശ്യപ്പെട്ട് ജൂലൈ 24-ന് സെക്രട്ടേറിയറ്റ് ധർണയും എല്ലാ ജില്ലകളിലും കളക്ടറേറ്റിന് മുന്നിൽ ധർണയും നടത്തുമെന്ന് സംയുക്ത കർഷക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംയുക്ത കർഷക സമിതി രാസവള വിലവർദ്ധനവിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നയത്തിനും വിലക്കയറ്റത്തിനുമെതിരായി ജൂലൈ മാസം 24-ാം തീയതി കേരള വ്യാപകമായി ആയിരക്കണക്കിന് ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമയുടെ പള്ളിയിൽ വിശുദ്ധ തിരുനാൾ ആഘോഷം തുടങ്ങി. പൂർണ്ണമായും ആർഭാടങ്ങൾ ഒഴിവാക്കി ആധ്യാത്മികതയിലൂന്നിയാണ് ഇത്തവണയും ആഘോഷങ്ങളെന്ന് റെക്ടർ ജോസഫ് തടത്തിൽ പറഞ്ഞു. പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന 10ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു. ഭാഗവത തിലകം തൈക്കാട്ടുശ്ശേരി വിജയപ്പൻ നായർ യജ്ഞാചാര്യനും ശൂരനാട് സജികുമാർ, തലയാഴം കൃഷ്ണകുമാർ, നൂർനാട് രാജൻ എന്നിവർ യജ്ഞപൗരാണികരും. തുരുത്തി ഇല്ല തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ NABH അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റേഷനുള്ള നടപടികൾ പുനരാരംഭിച്ചതിന്റെ ഭാഗമായി നടന്ന അവലോകന യോഗം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. ആധുനിക എറണാകുളം ജനറൽ ഹോസ്പിറ്റലിനെ ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എന്നുള്ള ദേശീയ തലത്തിലുള്ള അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി എന്ന നിലയിൽ കൂടി ഒട്ടേറെ അനുഭവങ്ങൾ ജുനൈദിന് പങ്കുവയ്ക്കാനുണ്ടാവും. അതോടൊപ്പം ഇവിടെ ധാരാളം സംഘടനകൾ എന്നും ഞാൻ ഓർക്കുന്നു, ഞാൻ 2 തവണ ഇവിടെ MLA ആയിരിക്കുമ്പോഴും ഇവിടുത്തെ നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും എല്ലാം നിർലോഭമായ പിന്തുണ ഈ ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ യഥാർത്ഥത്തിൽ ജനറൽ ഹോസ്പിറ്റലായി ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ജീവമൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ്, വളരെ നേരത്തെ ഇറങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ജനറൽ ഹോസ്പിറ്റലിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളോ. ശബരി റെയിൽപാതയുടെ നിർമ്മാണ വിഷയത്തിൽ സർക്കാർ കൃത്യവിലോപം കാണിക്കുകയാണെന്ന് ശബരി റെയിൽവേ സംരക്ഷണ സമിതി ചെയർമാൻ OS സമദ് ആരോപിച്ചു. സർക്കാർ ശബരിപാത ഉപേക്ഷിക്കുവാനുള്ള നടപടിയാണ് എടുക്കുന്നതെങ്കിൽ മരണം വരെയും ഉപവാസ സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 1988 ആദ്യമായി ശബരിപാതയുടെ പ്രപ്പോസൽ വരികയും ബഹുമാന്യനായ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശബരിപാത നീണ്ട 24 വർഷങ്ങൾ പിന്നിട്ടിട്ടും അത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ശബരി റെയിൽവേ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇന്നലെ വണ്ണപ്പുറം കവിതാ ലൈബ്രറി വനിതാ വേദിയുടെ നേതൃത്വത്തിൽ LPG ഇലക്ട്രിസിറ്റി സുരക്ഷ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KM ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന CPIM മുൻ കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം TV ചന്ദ്രന് കണ്ണുനീരിൽ കുതിർന്ന യാത്രാമൊഴി. DYFI തൊടുപുഴ താലൂക്ക് സെക്രട്ടറി, തൊടുപുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഭരണസമിതി അംഗം, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം, ഗ്രന്ഥശാല സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉടുമ്പന്നൂർ സപ്ലൈകോ ജീവനക്കാരി ലീലയാണ് ഭാര്യ. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം
സംസ്ഥാനത്തൊട്ടാകെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും നടക്കുന്ന വ്യാപക റെയ്ഡിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഹോട്ടൽ അടച്ചിട്ട് പ്രതിഷേധിക്കും. ഇതിന്റെ ഭാഗമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വലിയ പ്രതിസന്ധിയിലൂടെ സംഘടിതമായ ശ്രമങ്ങളാണ് എക്കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വദേശ വിദേശ വസ്തുക്കൾക്ക് വേണ്ടി കേരളത്തിലെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ അടിയറവെക്കുവാനുള്ള സംഘടിതമായ നീക്കം ചെറുത്തുതോൽപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ഭാഗമായി ബേക്കറികളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമെല്ലാം അടച്ചിട്ടുകൊണ്ട് ഒരു ഭക്ഷണശാലയിൽ കയറുന്ന ഒരു ഉപഭോക്താവിന്റെ മുഴുവൻ തുക ഒരു ദിവസം 1 കോടിയിലേറെ ജനങ്ങളെ ഈ കേരളത്തിലൊട്ടാകെ കണക്കെടുത്ത് കഴിയുമ്പോൾ 1 കോടിയിലേറെ ജനങ്ങളെ ദിവസവും